ദൈവനാമത്തിന്റെ മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് ദൈവവചന പഠനത്തിനായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മോളി ജേക്കബ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: യോശുവ പറഞ്ഞ വചനങ്ങൾ എഴുതി വെച്ച പുസ്തകം ഏതാണ്? ഉത്തരം: ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം, യോശുവ 24:26. അടുത്ത ചോദ്യം: കാട്ടുകഴുത മൊട്ടക്കുന്നിന്മേൽ നിന്ന് ഏത് മൃഗത്തിനെ പോലെ കിഴയ്ക്കുന്നു? ഉത്തരം: കുറുനരിയെപ്പോലെ, യിരെമ്യാവ് 14:8. അടുത്ത ചോദ്യം: വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചു കളഞ്ഞ രാജാവ് ആരാണ്? ഉത്തരം: രഹബയാം. 1 രാജാക്കന്മാർ 12:6-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ബിലെയാം അനീതിയുടെ കൂലി കൊതിച്ചു, എന്നാൽ ശാസന കിട്ടിയത് എന്തിനാണ്? ഉത്തരം: അകൃത്യത്തിന്. 2 പത്രോസ് 2:16. അടുത്ത ചോദ്യം: ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ട് മറിയുന്നു എന്ന് പ്രവചിച്ച ഭക്തൻ ആരാണ്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 28:5. അടുത്ത ചോദ്യം: സോരിൽ എവിടെയുള്ള വീഞ്ഞാണ് വ്യാപാരം ചെയ്തത്? ഉത്തരം: ഹെൽബോനിലെ. യെഹെസ്കേൽ 27:18. അടുത്ത ചോദ്യം: പതുക്കെ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ എന്തിനേക്കാൾ നല്ലതാണ്? ഉത്തരം: മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്താൽ. സഭാപ്രസംഗി 9:17. അടുത്ത ചോദ്യം: ഇസ്രയേൽ കല്ലെറിഞ്ഞു കൊന്ന ഊഴിയവേലക്കാരുടെ ഒരു മേൽവിചാരകൻ ആരാണ്? ഉത്തരം: അദോരാം. 1 രാജാക്കന്മാർ 12:18. അടുത്ത ചോദ്യം: നെബൂഖദ്നേസർ രാജാവ് പൊരുതിയിട്ട് കൂലി കിട്ടാതെ പോയ രാജ്യം ഏതാണ്? ഉത്തരം: സോർ. യെഹെസ്കേൽ 29:18. അടുത്ത ചോദ്യം: കമാനം പണിത് സകല വീതിയിലും ഒരു പൂജാഗിരി ഉണ്ടാക്കിയത് ആരാണ്? ഉത്തരം: യെരൂശലേം. യെഹെസ്കേൽ 16:2-24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ദൈവം സകല ജാതികളെയും കൂട്ടിവരുത്തുന്ന താഴ്വര ഏതാണ്? ഉത്തരം: യഹോശാഫാത്ത് താഴ്വര. യോവേൽ പ്രവചനം 3:2. അടുത്ത ചോദ്യം: പുഷ്ടിയും വിസ്താരവും സ്വസ്ഥതയും സമാധാനവുമുള്ള മേച്ചിൽ സ്ഥലം ആരുടേതാണ്? ഉത്തരം: ഹാം വംശക്കാരുടേത്. 1 ദിനവൃത്താന്തം 4:40. അടുത്ത ചോദ്യം: പിന്മാറ്റക്കാരായ ഇസ്രയേൽ ധൂപം കാട്ടിയ ഒരു വല ഏതാണ്? ഉത്തരം: കൂരുവല. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1:16. അടുത്ത ചോദ്യം: നിനവയിൽ നിന്ന് ദൈവസന്നിധിയിലെത്തിയത് എന്താണ്? ഉത്തരം: ദുഷ്ടത. യോന 1:2. അടുത്ത ചോദ്യം: എഫ്രൈമിലെ കുടിയാന്മാരുടെ ഒരു കിരീടം എന്താണ്? ഉത്തരം: ഡംഭകിരീടം. യെശയ്യാവ് 28:1. അടുത്ത ചോദ്യം: വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേൽ ദൈവത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം: ഈശി. ഹോശേയ 2:16. അടുത്ത ചോദ്യം: ഒരു പാപി 100 വയസ്സുള്ളവനായാലും അവൻ്റെ പേര് എന്താണ്?
ഉത്തരം ശപിക്കപ്പെട്ടവൻ. യെശയ്യാവ് 65:20. അടുത്ത ചോദ്യം, നല്ലതും ആകാത്തതും തിരിച്ചറിയാൻ പറ്റാത്ത കാലം ഏതാണ്? ഉത്തരം വാർദ്ധക്യകാലം. 2 ശമൂവേൽ 19:35. അടുത്ത ചോദ്യം, ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും എന്ന് ജനത്തോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേൽ 12:23. അടുത്ത ചോദ്യം, ബാല്യം മുതൽ അധ്വാനിച്ച് മന്ത്രവാദം ചെയ്തത് ആരാണ്? ഉത്തരം കൽദയപുത്രി. യെശയ്യാവ് 47:5-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു ജന്തു, പേര് കേട്ടാൽ പാമ്പാണെന്ന് തോന്നും. ഇതിൻ്റെ 3-ാമത്തെ അക്ഷരത്തിൽ ഒരടയാളം ചേർത്താൽ ഒരായുധം കിട്ടും. എങ്കിൽ ജന്തു ഏതാണ്? ഉത്തരം അസ്ത്രനാഗം. യെശയ്യാവ് 34:15. ആയുധം അസ്ത്രം. അടുത്ത ചോദ്യം, എൻ്റെ പേരിന് 3 അക്ഷരം, എന്നിൽ വഴിയുണ്ട്, സംഗീതവുമായി ബന്ധപ്പെട്ട ഒന്നുണ്ട്, ഒരക്ഷരം മാറിയാൽ ഒരു വാഹനം മാത്രം പോകുന്ന സ്ഥലത്തിന് പറയുന്ന പേരുണ്ട്. എന്നാൽ ഞാൻ ആരാണ്? ഉത്തരം പാതാളം. യോബ് 26:6. വഴി പാത. സംഗീതബന്ധം താളം. ഒരു വാഹനം മാത്രം പോകുന്ന സ്ഥലം പാളം. അടുത്ത ചോദ്യം, ഇതൊരു മാസമാണ്, ഇതിൽ കാണുക എന്നുണ്ട്, ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട്, ഒരു വാഹനമുണ്ട്, ഒരു മരുഭൂമിയുണ്ട്. എങ്കിൽ ഏതാണ് ആ മാസം? ഉത്തരം സീവാൻ മാസം. എസ്തേർ 8:9. കാണുക എന്നുള്ളത് സി, ഇംഗ്ലീഷ് അക്ഷരം സി. വാഹനം വാൻ, മരുഭൂമി സീൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, വേദപുസ്തകത്തിൽ പ്രസിദ്ധമായ ഒരു യാഗപീഠം സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിൻ്റെ പേരും ഒരു കൗശലപ്പണിക്കാരൻ്റെ പേരും ഒന്നാണ്. എന്താണെന്ന് പറയാമോ? ഉത്തരം ഒഫ്ര. 1 ദിനവൃത്താന്തം 4:14. ന്യായാധിപന്മാർ 6:24. അടുത്ത ചോദ്യം, ആഴ്ചയിലെ ഒരു ദിവസവും ഒരു ലോഹവും ചേർന്ന് വരുന്ന ഒരു പദം. ഇത് ഒരു ലോഹമാണ്. എങ്കിൽ പറയൂ, ഏതാണ് ആ ലോഹം? ഉത്തരം വെള്ളീയം. യെശയ്യാവ് 1:25. ചോദ്യങ്ങൾ എല്ലാവർക്കും ദൈവവചന പഠനത്തിനായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.